ബൈ. ശരി. ബായ് ഒക്കെ പറഞ്ഞു നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ 6:20 ട്രെയിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ, പാലക്കാട്ടേക്ക്. അതായത് എന്താണ് നമ്മൾ പോകുമ്പോൾ നല്ല തിരക്കായതുകൊണ്ട്, കോട്ടയത്തേക്ക് പോകുമ്പോൾ ഭയങ്കര തിരക്കായതുകൊണ്ട് സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ റിട്ടേണിന്. അപ്പൊ നോക്കൂ, ഇവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ട്രെയിന് വരുന്നേ ഉള്ളൂ. അപ്പൊ അമ്മായി പറയണ ആളില്ലാത്തവിടെ ഫാനൊക്കെ ഇറങ്ങുന്നു, വെറുതെ കറണ്ട് പോകുന്നു, അങ്ങനെയൊക്കെ പറയാണ്. പിന്നെ അനിയൻ പറയുന്നുണ്ട് ബീഹാറില് ട്രെയിനിൽ പോകുന്ന മറ്റേ കമ്പി, ലൈൻ കമ്പി എന്തൊക്കെയോ മോഷ്ടിച്ച് പോയി സൂര്യനെ പോലെയുള്ള ആളുകൾ, അങ്ങനെയൊക്കെയാണ് അവ എന്നെ പറഞ്ഞിട്ട് കളിയാക്കണം. അപ്പൊ അമ്മായി അതെയാ, അങ്ങനെയാണ് ആ ഒരു ഇതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അവൻ എന്നെ ട്രോളില് വലിയ പുത്തിരി അല്ലല്ലോ. അപ്പൊ ഞാൻ ആ ഒരു ഇതാണ് എക്സ്പ്രഷനാണ് ഇപ്പൊ എന്റെ മുഖത്ത് കാണുന്നത്. പിന്നെ നമ്മുടെ ട്രെയിന് വരാറായിട്ടുണ്ട് കേട്ടോ, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് ചാടി കയറണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ ചേച്ചി പറഞ്ഞു ചാടി ഒന്ന് കയറണം, നിനക്ക് സീറ്റ് എന്തായാലും അവിടെ ഉണ്ടാവും, ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ പറയാണ് കേട്ടോ. ബുക്ക് ചെയ്തപ്പോ ഉണ്ട് ഉറങ്ങാനുള്ള സ്ഥലം ഉണ്ട് കേട്ടോ. ജനറൽ ആരും ഇല്ല, മൊത്തത്തിൽ മൂഞ്ചൊരു അവസ്ഥ കേട്ടോ. ജനറലിൽ കയറിയാൽ മതിയായിരുന്നു, കിടന്ന് വരായിരുന്നു. പിന്നെ കുഴപ്പമില്ല, സ്ലീപ്പർ ബുക്ക് ചെയ്ത് എന്റെ അനിയനൊക്കെ ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഞാന് മുണ്ടനെല്ലാം താഴ്ത്തു വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. ഫുഡ് കാണിക്കൂ കിട്ടാം. മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അവരൊക്കെ കയ്യേക്ക് തെയ്യും വേണം. നമ്മൾ ഏകദേശം 12 മണിയാകുമ്പോഴായിരിക്കും അവിടെ എത്തുക. അപ്പൊ ഇതൊരു വീടായിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാൻ താഴെ ഇറങ്ങി എഗൈൻ മേലെ കയറി കിടന്നു. അപ്പൊ അമ്മായി അവിടെ കിടക്കുന്നുണ്ട്, ചേച്ചി ചേട്ടനും കൂടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ള് ട്രെയിനിന്റെ മണ്ടിക്കാണ് ഇങ്ങനെ. സമയം 11:07. 11:15 ആകുമ്പോഴാണ് എത്തുക. സമയത്ത് ഞാൻ സേഫാണ്. പിന്നെ സ്റ്റേഷനിലെത്തിയപ്പോൾ ട്രെയിൻ നിർത്തിയപ്പോൾ എൻ്റെ അനിയൻ ഇറങ്ങിയിട്ട് ചായ കാപ്പി പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി വന്നത്. പിന്നെ എഗെയിൻ ഞങ്ങൾ കളി തുടർന്നു. ഫസ്റ്റ് ഞാനാണ് കേട്ടോ. അവളുടെ കൂടെ ടീമിൽ ചേർന്നതല്ലേ, അങ്ങനെ തന്നെ വന്നു. കളറുണ്ടാക്കിയേട്ടാ ഒരാറ് എനിക്കൊന്നിന് കിട്ടില്ല. 6 ഇന്നൊരു 6 ഇനി ഒന്ന് കിട്ടില്ല. 6 ഞാനാണ്. സത്യം പറഞ്ഞ ട്രെയിനിൽ ഇരുന്നിരുന്നിരുന്ന് മതിയായിട്ട്. അപ്പൊ എല്ലാവരും കളിയൊക്കെ നിർത്തി ഇങ്ങോട്ട് എണീറ്റ് മുടിയൊക്കെ കിട്ടി റെഡി ആയിട്ട്, കാരണം പാലക്കാട് എത്താനായിട്ടുണ്ട് കേട്ടോ. ആ ഒരു സന്തോഷം. ചേച്ചിക്ക് ജ്യൂസ് വേണമെന്നാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞതിന് അവരുടെ ഒരു എക്സ്പ്രഷൻ ഫൈനലി പാലക്കാട് പാലക്കാട് ലാൻഡ് ആയിരിക്കുകയാണ്. ഇപ്പോ കോട്ടയം ബ്ലോഗ് ഇത്രേ ഉള്ളൂ. ബൈ പറ. ഓ ലവ് വേണ്ട, ഓർഡർ കൊടുക്കാം.